എത്ര മനോഹരം എന്റെ വിദ്യാലയം, എന്തു മധുരമീ ഓർമ്മകൾക്ക്. എത്ര മനോഹരം എന്റെ വിദ്യാലയം, എന്തു മധുരമീ ഓർമ്മകൾക്ക്. നിലവിൻ നറുമലർ മധുനുകരാനായി പോയ വസന്തമേ മടങ്ങി വരൂ. എത്ര മനോഹരം എന്റെ വിദ്യാലയം, എന്തു മധുരമീ ഓർമ്മകൾക്ക്. മനസ്സിൻ മണിച്ചെപ്പിൽ മാഞ്ഞു പോകാതെ നാം ഒരു മയിൽ പീലി പോൽ ചേർത്തു വച്ചു. മനസ്സിൻ മണിച്ചെപ്പിൽ മാഞ്ഞു പോകാതെ നാം ഒരു മയിൽ പീലി പോൽ ചേർത്തു വച്ചു. നിറമുള്ള കൗമാര നഷ്ടചിത്രങ്ങളെ തിരികെ വരൂ, എന്റെ കൂടെ വരൂ. സുന്ദര സ്വപ്നങ്ങൾ നെയ്തു തരൂ. എത്ര മനോഹരം എന്റെ വിദ്യാലയം. വിദ്യാർത്ഥികൾ ഈ സ്കൂളിന്റെ പടിയിറങ്ങി പോയിട്ടുണ്ട്. ഓർമ്മകൾക്ക് ഒരു സുഗന്ധം വേറെ തന്നെയാണ് എന്ന് നമുക്കറിയാം. ജീവിതത്തിന്റെ വ്യത്യസ്ത കവലകളിലേക്ക് ഇറങ്ങിപ്പോയ അവർ വീണ്ടും കണ്ടുമുട്ടുമ്പോഴേ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ജീവിതാനുഭൂതി തന്നെയാണ്. മനസ്സിന്റെ ഉള്ളറകളിൽ സൂക്ഷിച്ചു വെച്ച ഒരുപാട് ഓർമ്മകളുടെ മണിമുത്തുകൾ വാരി ഉളറി നിങ്ങൾ വീണ്ടും ഈ തിരുമുറ്റത്ത് എത്തിയപ്പോഴേ പഴയ ഒരു 24 വർഷങ്ങൾക്ക് അപ്പുറത്ത് ജീവിതത്തിന്റെ പ്രത്യേകിച്ച് ബാല്യത്തിന്റെ മധുരം നുകർന്നുകൊണ്ട് നമ്മുടെ സ്കൂളിന്റെ പരിസരത്തും അതേപോലെ തന്നെ ഈ തിരുമുറ്റത്തും കളിച്ച് കുസൃതി കാട്ടി പരിഭവങ്ങൾ നടിച്ച് സ്നേഹം നടിച്ച് ജീവിതത്തെ തൊട്ടു നോക്കിയ നിങ്ങൾ അന്ന് പടിയിറങ്ങിയപ്പോഴേ വീണ്ടും ഈ ഒരു വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലേക്ക് നിങ്ങൾ വീണ്ടും തിരിച്ചെത്തും എന്നുള്ള കാര്യം ഇവിടെ സുവ്യക്തമായിരിക്കും. ജീവിതം എന്ന് പറയുമ്പോഴും പലപ്പോഴും അങ്ങനെ തന്നെയാണ്. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഒരു പ്രഹേളിക പോലെയാണ്. ഏതായാലും ആ പഴയ മുഖങ്ങൾ വീണ്ടും പുഞ്ചിരിയോടുകൂടി നമ്മുടെ ഈ ക്ലാസ്സിൽ തിരിച്ചെത്തിയപ്പോഴേ ഓർമ്മകൾക്ക് ഒരു വല്ലാത്തൊരു മധുരം തന്നെയാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മധുരം. കാലം കൊഴിഞ്ഞു വീണു പോയപ്പോഴേ നിങ്ങളിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. ചിലരൊക്കെ വഴിക്കവലകളിലൊക്കെ കാണുമ്പോഴേ ഒന്ന് പുഞ്ചിരിച്ച് പോകാറുണ്ട്. പക്ഷെ അത് ആരാണ് എന്താണ് എന്ന് അടുത്തറിയണമെങ്കിൽ അവരൊന്ന് വന്ന് ഒന്ന് കൈപിടിച്ചെങ്കിൽ ആ ഒരു പഴയ കാലത്തിന്റെ ആ ഓർമ്മ മനസ്സിലേക്ക് വാറി പറന്നു കിടക്കണം. അതങ്ങനെയാണ്. പക്ഷെ എന്താണ്, നമ്മൾ ഓരോ കാലഘട്ടം കഴിയുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളാണ്. ശാരീരികമായും മാനസികമായിട്ടും ഒരുപാട് മാറ്റങ്ങളാണ്. ആ മാറ്റങ്ങൾ കൊണ്ട് നമുക്ക് അറിയാതെ പോകുന്നതാണ്. ബിജിമോളും സിന്ധുവും
അതേപോലെ തന്നെ മണികണ്ഠനും, പിന്നെ പേര് ഒരുപാട് പേര് പ്രത്യേകിച്ച് പറയുന്നില്ല. എല്ലാവരും എന്റെ ഹൃദയത്തിൽ തൊട്ട എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളാണ്. ആ പഴയ കാലത്തിന് 24 വർഷം എന്ന് പറയുമ്പോഴേ നമ്മുടെ ജീവിതത്തിലെ ഒരു സുവർണ്ണ ജൂബിലിയുടെ ഒരു കാലഘട്ടം കടന്നുപോയിരിക്കുകയാണ്. നമ്മുടെ കൂടെ ഇന്ന് നമ്മൾ മാത്രമല്ല, നമ്മുടെ കുഞ്ഞുങ്ങള്, നമ്മുടെ ഏറ്റവും സ്നേഹിക്കുന്ന മക്കള്, അങ്ങനെ അതേപോലെ തന്നെ ഭർത്താക്കന്മാര്, ഭാര്യമാരൊക്കെ നിങ്ങളുടെ കൂടെ. കാലം ഒരുപാട് ഒഴുകിപ്പോയി. വല്ലാത്തൊരു സ്നേഹബന്ധമാണത്. എന്തായാലും ഈ ഒരു ശുഭമുഹൂർത്തത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഒരുക്കി കൂട്ടിയ ആ ഒരു സംഘാടക ശക്തിയാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും വലിയ ചാലകശക്തി. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരു സംഘടിത ശക്തിക്ക് ഇനിയും വളരെ ശക്തമായിട്ട് ബാക്കിയുള്ള ഇനിയും ഒരുപാട് നമ്മളിലെ ഈ 45 പേരോളം ഉണ്ടായിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. തീർച്ചയായിട്ടും അവര് കൂടി എത്തുമ്പോഴേ ആ ഒരു പഴയൊരു കാലഘട്ടത്തിന്റെ ഓർമ്മ അത് സുഗന്ധമുള്ളതായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും ഓർമ്മപ്പെടുത്തുന്നത്. നമുക്കറിയാം, നമ്മളിൽ പലരും SSLC പടികളഞ്ഞി പോയപ്പോൾ, 10ാം ക്ലാസ്സിന്റെ പടികളഞ്ഞി പോയപ്പോൾ ചിലരൊക്കെ ഒന്നും പറയാതെ പോയി, ചിലരൊന്നും മിണ്ടാതെ പോയി, ചിലര് ഈ ലോകത്ത് തന്നെ അകന്നുപോയി, എങ്ങോട്ടൊന്നില്ലാതെ പറന്നുപോയി, ചിലരൊക്കെ വിദേശത്തേക്ക് പ്രവാസിയായിട്ട് പോയി. അങ്ങനെ ഓരോരുത്തരും ജീവിതത്തിന്റെ വ്യത്യസ്ത കവലകളിലേക്ക് പറഞ്ഞിറങ്ങി പോയപ്പോഴും വീണ്ടും അത് കണ്ടെത്താനുള്ള ഒരു മാനസിക ത്വരയും അതേപോലെ തന്നെ ഗൃഹാതുരത്വത്തിന്റെ ഒരു അന്തരീക്ഷവും നമ്മുടെ മനസ്സിലേക്ക് പാറി വീഴുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ആ പഴയ കാലത്തിന്റെ ആ ഓർമ്മ ചിലരുടെ മനസ്സിൽ വല്ലാത്ത ചില അനുരണനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. കുറെ കാലം കഴിയുമ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും, അതേപോലെ തന്നെ വീട്ടിലെ മക്കളൊക്കെ ആയിട്ട് പിണങ്ങിയിരിക്കുമ്പോഴും, അല്ലെങ്കിൽ ഒറ്റയ്ക്കായി പോകുന്ന സമയത്ത് നമ്മളെല്ലാം സ്നേഹവും ആസ്വദിച്ച് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ചില നിമിഷങ്ങളുണ്ട്. ആ ഒറ്റപ്പെട്ടു പോകുന്ന ചില നിമിഷങ്ങൾ പലപ്പോഴും നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് നമ്മൾ ആ പഴയ കാലത്തെ പഴയ കൂട്ടുകാരെ കുറിച്ചും പഴയ സൗഹൃദങ്ങളെ കുറിച്ചും ഓർമ്മകളിലേക്ക് നമ്മൾ പാറി വീഴുന്നു. ആ ഒരു ഓർമ്മ നമ്മുടെ മനസ്സിൽ ഉണർത്തിവിടുന്ന സന്ദേശങ്ങൾ വീണ്ടും അവരെ ഒന്ന് കണ്ടുമുട്ടിയാൽ, അല്ലെങ്കിൽ ആ പഴയ ക്ലാസ്സിലെ പഴയ ബെഞ്ചിലൊന്ന് ഇരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ആ പഴയ കൂട്ടുകാരെ ഒരുമിച്ചൊന്ന് അവരുടെ കൂടെ ഒന്ന് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് നമ്മുടെ മനസ്സിങ്ങനെ കൊതിച്ചുകൊണ്ടേയിരിക്കും. കാലം അങ്ങനെയാണ്, നമുക്ക് ആർക്ക് വേണ്ടിയും കാത്തു നിൽക്കില്ല. നമ്മളിൽ തന്നെ എത്ര പേര് അന്നത്തെ ക്ലാസ്സിലുള്ള കുട്ടികൾ ഇവിടെ ഉണ്ട് എന്ന് എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. എന്നാലും നിങ്ങളൊക്കെ എന്റെ മുമ്പിലേക്ക് വീണ്ടും ഇങ്ങനെ ഒരു തിരിച്ചെത്തിയപ്പോൾ മനസ്സിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷത്തിന്റെ ലാളനകളാണ്. എന്താണെന്ന് പറയാൻ കഴിയുന്നില്ല. കാരണം അത്രയും വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ ഒരുമിച്ച് കൂടിയപ്പോഴും ഓർമ്മകൾ വല്ലാതെ പാറി പറഞ്ഞ് എവിടേക്കൊക്കെയോ പോവുകയാണ്. ഏതായാലും ഒരുപാട് സന്തോഷം. ഇനിയും നമുക്ക് ഇത്തരം ഒന്നിച്ചേരലുകൾ നമുക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് പേരുടെ ആ പഴയ മുഖങ്ങൾ ഇന്ന് കാണുമ്പോൾ ആ പഴയ ക്ലാസും ആ കുസൃതികളും ആ ഓർമ്മകളും മറക്കാനാവാത്ത ചിത്രങ്ങളായിട്ട് മനസ്സിന്റെ മുകളിൽ അങ്ങനെ ആലേഖനം ചെയ്തു വെച്ചിരിക്കുകയാണ്. എല്ലാവരെയും എനിക്ക് ഓർമ്മയുണ്ട്. ഓരോരുത്തരുടെയും മുഖങ്ങളിൽ ചില ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടെന്നല്ലാതെ ശാരീരികമായിട്ട് വളർന്നതല്ലാതെ സൂക്ഷ്മമായി നോക്കുമ്പോൾ ഇന്ന ആളാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. ഏതായാലും അന്നത്തെ ഒരു കാലഘട്ടത്തിൽ വിവരസാങ്കേതിക വിദ്യ ഇത്രമാത്രം വലുതായിട്ടില്ലായിരുന്നു. ഇന്ന് നമ്മുടെ കൈക്കൊമ്പിലൊന്നും ഒരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്കൊക്കെ കൃത്യമായിട്ട് നമ്മളെ കാണാനും മറ്റുള്ളവരുടെ സംസാരിക്കാനും ആശയവിനിമയം നടത്താനൊക്കെ സാങ്കേതിക സഹായം എന്നുണ്ട്. വളരെ ചെറിയ ഫോണിൽ തന്നെ നമുക്കതിന് കഴിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്തില് 2098-99 കാലഘട്ടം എന്ന് പറയുന്നത് മൊബൈൽ ഫോണുകളുടെ ഒരു സജീവത കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല, തീർച്ചയായിട്ടും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അന്യോന്യം ബന്ധപ്പെടാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ എന്റെ ഓർമ്മകളിൽ ഏറ്റവും സൂക്ഷിച്ചു വെച്ച ഒരു കഥാപാത്രമാണ് ബിജിമോൾ. കാരണം ഈ ബിജിമോൾ ക്ലാസ്സിൽ അന്നും അവിടെ ഒരു ഹീറോ ആയിരുന്നു. എപ്പോഴും പലപ്പോഴും കാരണം അവള് പ്രഭാപുരത്ത് നിന്ന് അല്ലെ, ആ പ്രഭാപുരത്ത് നിന്നാണ് അവള് ബസ്സിനാണ് അവര് വരാറ്. പലപ്പോഴും ഈ ചെക്കന്മാര് കുസൃതി കാട്ടുന്ന സമയത്ത്
അന്ന് എന്റെ ഓർമ്മയിലുള്ള ഒരു സംഭവമുണ്ട്. ഒരു ചെറിയൊരു കേസ്, ഒരു ചെക്കനെ എന്തോ കാട്ടിന്ന് തന്നെയാണ് എനിക്ക് എന്റെ ഓർമ്മയിൽ നിൽക്കുന്നത്. പക്ഷെ അത് ഞാനെപ്പോഴും ക്ലാസ്സിൽ ഓർമ്മിക്കാറില്ല. പഴയ നിങ്ങളെപ്പോലെ ആത്മബന്ധം പുതിയ മക്കൾക്കില്ല. അവര് ഒരുപാട് പേരുണ്ട്, ഒരുപാട് വാച്ചുകൾ ഇവിടുന്ന് കഴിഞ്ഞു പോവുകയാണ്. പഴയ ആ ഒരു ബാച്ചിൽ ഒരു ബന്ധവും സ്നേഹവും ഇപ്പോഴത്തെ പുതിയ മക്കൾക്കില്ല. അതെന്താണെന്ന് അറിയില്ല. അവരൊക്കെ ഇപ്പോഴ് അതൊക്കെ നിങ്ങളുടെ കയ്യിലൊന്നും മൊബൈൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരിക്കാം കുറച്ചുകൂടി ആത്മബന്ധവും സ്നേഹവും മമതയും ആ ഒരു ഓണത്തിന്റെ ഇതുപോലുള്ള ആ ഒരു സന്തോഷദായകമായിട്ടുള്ള ഒരു ജീവിതമൊക്കെ നിങ്ങളാണ് കൂടുതൽ ഞങ്ങൾക്ക് പകർന്നു തന്നത്. ഒരുപാട് സന്തോഷമുണ്ട്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. എല്ലാവരെയും കണ്ടുമുട്ടിയത് നമ്മൾ അന്ന് ക്ലാസ്സിലിരിക്കുന്ന 45 പേരിൽ എല്ലാവരും ജീവിച്ചിരിപ്പുണ്ട് അല്ലെങ്കിൽ ഉണ്ടാവണമെന്ന് മാത്രമാണ് പ്രാർത്ഥന. ആരും ഒഴിഞ്ഞു പോയതോ അല്ലെങ്കിൽ ജീവിതത്തിൽ തന്നെ അകന്നു പോയതോ ആയിട്ട് ആരും ഇല്ല എന്നാണ് എന്റെ ഓർമ്മയിൽ. ഏതായാലും അങ്ങനെ അടുത്ത പുതിയൊരു കൂടിച്ചേരലിൽ നിങ്ങളെല്ലാവരും വീണ്ടും ഒത്തുചേരും എന്നുള്ളൊരു പ്രതീക്ഷയും പ്രത്യാശയും വെച്ചുകൊണ്ട് ഞാൻ ഈ ചെറിയ ഔപചാരികതയില്ലാത്ത നിങ്ങളിൽ ഒരാളായി എന്റെ ഈ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മളെ അന്ന് ജീവിതത്തില് പറഞ്ഞു പോയ അല്ലെങ്കിൽ സംസാരിച്ചു പോയ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഒക്കെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ചിലപ്പോൾ അത് പകർന്നു വെച്ചിട്ടുണ്ടാവാം. അതൊക്കെ എല്ലാവരും സ്നേഹത്തിന്റെ ഭാഷയിൽ മറക്കുക, എല്ലാം ഒരുപാട് സ്നേഹത്തോടെ പെരുമാറണം. ഒരിക്കലും ആവാത്ത ായി നമ്മുടെ ഈ കൂടിച്ചേരലുകൾ നാം കണ്ടെത്തുക. അന്നത്തെ അപേക്ഷിച്ചുകൊണ്ട് ഇന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് എന്നെ സോഷ്യൽ മീഡിയകളിലൂടെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, അറിയും എന്നാണ് എന്റെ പ്രതീക്ഷ. കാരണം ഇന്നത്തെ ഒട്ടുമിക്ക വാർത്താ ഗ്രൂപ്പുകളിലും, അതായത് നെടുങ്കോട്ടൂര്, വിളയൂര്, അതേപോലെ തന്നെ മുക്കനാട്, കൊളത്തൂർ, കൊപ്പം കണ്ണ്, അതേപോലെ തന്നെ റിസാല മാസിക, അതേപോലെ തന്നെ കേരള കൗമുദി പത്രങ്ങൾ, പിന്നെ മറ്റു മാസികകള്, ഇങ്ങനെ ഗ്ലോബൽ കമ്മ്യൂണിക്കേഷന്റെ അക്ഷരമുറ്റം, അത് വിദേശത്തുള്ള ഒരു എഴുത്തുകാരുടെ ഒരു കൂട്ടായ്മയാണ്. 50 പേര് തിരഞ്ഞെടുക്കപ്പെട്ടതിൽ അതിൽ ഒരാള് ഞാനാണ്. അതില് എന്റെ കഥകള് 3-4 കഥകൾ വന്നിട്ടുണ്ട്. ഉവൈഡി, അതേപോലെ തന്നെ ആകാശത്തിന്റെ നീൽ എന്നൊക്കെ പറഞ്ഞിട്ട് കഥകൾ അതിൽ വരാറുണ്ട്. പക്ഷെ നിങ്ങളൊന്നും ഞാനായിട്ട് ബന്ധമില്ലാത്തത് കൊണ്ട് എനിക്ക് നിങ്ങൾക്ക് ആ കഥകൾ അയച്ചു തരാനോ അല്ലെങ്കിൽ അതിനൊന്നും കഴിഞ്ഞിട്ടില്ല. പിന്നെ ഒരു കവിതാ സമാഹാരം എന്റേതായിട്ട് കഴിഞ്ഞ ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻസ് ഇവിടെ പുറത്തിറങ്ങിയിരുന്നു. പ്രശസ്ത എഴുത്തുകാരനായിട്ടുള്ള പി. സുരേന്ദ്രൻ സാറാണ് അത് പ്രകാശനം ചെയ്തത്. അന്ന് നിങ്ങളിവിടെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് അറിയില്ല. ഏതായാലും പലപ്പോഴും പലരെയും പല വഴിക്കവലുകളിൽ കാണാറുണ്ട്, ഓർമ്മകൾ പുതുക്കാറുണ്ട്. ഒരുപാട് സന്തോഷം. അതേപോലെ തന്നെ എന്റെ ഒരു കഥാസമാഹാരം ഇപ്പൊ പുറത്തിറങ്ങാനിരിക്കുകയാണ്. ഏകദേശം 15ഓളം കഥകൾ അതിലുണ്ട്. ലോഗോസ് ബുക്സ് ആണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത്. എന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും പുതിയ ഗ്രൂപ്പുകളിൽ ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. ഏതായാലും ആ പുസ്തകം കൂടി നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തും. ഇത് പ്രകാശനമൊന്നും കഴിഞ്ഞിട്ടില്ല. പിന്നെ എല്ലാ മീഡിയകളിലും ഞാനിന്ന് അറിയപ്പെടുന്നുണ്ട്. എല്ലാവരും പലരും ഫേസ്ബുക്കിലും അതേപോലെ തന്നെ ടിക്ടോക്കിലും അതേപോലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചിത്രങ്ങളും എന്റെ കഥകളും കവിതകളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കും. ഒരുപാട് അനുഭവങ്ങളുണ്ട്. 24 വർഷങ്ങൾക്ക് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് തുടക്കവും അതേപോലെ തന്നെ ഈ 2027 കൂടി എന്റെ ഈ ഔദ്യോഗിക ജീവിതം അവസാനിക്കും. ജീവനുണ്ടെങ്കിൽ, ആയുസ്സുണ്ടെങ്കിൽ എന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിനിടയിൽ ഒരു കവിതാ സമ്മാനം എന്റേതായിട്ട് ഇവിടെ ഉണ്ട്. പക്ഷേ ഞാനത് കുറച്ച് കോപ്പിയാണ് ഞാൻ എന്റെ വണ്ടിയിൽ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ എന്റെ ഓർമ്മയിൽ നിന്ന് മറന്നുപോയി. നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ കോപ്പി വളരെ സന്തോഷത്തോടു കൂടി സമ്മാനിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. വളരെ കുറഞ്ഞ കോപ്പികൾ എന്റെ കയ്യിലുള്ളൂ. അതുകൊണ്ട് അത് ഞാനായിട്ട് തരാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നിങ്ങള് തന്നെ അത് എടുക്കുക ഇവിടെ വന്നിട്ട്. കാരണം ആർക്ക് കൊടുക്കണമെന്ന് എനിക്ക് പറ്റില്ല. കാരണം എല്ലാവരും എനിക്ക് ഒരേപോലെയാണ്.
ഒരേപോലത്തെ മക്കളാണ്. അപ്പൊ ആർക്കാണ് അത് കൊടുക്കുക ഒരാൾക്കുമ്പോ അത് അങ്ങനെയാണല്ലോ. ചെറിയ മക്കൾക്ക് നമ്മൾ മിഠായി കൊടുക്കുമ്പോ ഒരാൾക്ക് കൊടുത്തതുപോലെ തന്നെ മറ്റൊരാൾക്ക് കൊടുത്തില്ലേ പ്രയാസമാവും. അപ്പൊ അത് കുറഞ്ഞ കോപ്പി മാത്രമേ ഉള്ളൂ. അത് നിങ്ങളെല്ലാവരും പങ്കുവെക്കുക. ആ കവിതകളിലും എന്റെ ചില ഇവിടുത്തെ അനുഭവങ്ങളാണ്, ഇന്ത്യയിലുള്ള അനുഭവങ്ങളാണ് കവിതകളിലൂടെ ഞാൻ ചിലതൊക്കെ ആവിഷ്കരിച്ചു വെച്ചിരിക്കുന്നു. ഇവിടെ എന്നെ ഏറ്റവും വേദനിപ്പിച്ച ഒരു സംഭവമുണ്ട്. ഏകദേശം ഒരു 5 വർഷങ്ങൾക്ക് അപ്പുറത്ത് ഞാൻ 10ാം ക്ലാസ്സിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഡിസംബർ ആടിക്കഴിഞ്ഞാൽ ഓട്ടോഗ്രാഫിനോട് ഒരു പൂക്കാലാണ്. ഞങ്ങൾക്കൊക്കെ അറിയാം. ജീവിതത്തിൽ നിന്ന് പ്രശാന്ത സുന്ദരമായ ജീവിതത്തിൽ ഏറ്റവും വസന്തപൂർണ്ണമായിട്ടുള്ള SSLC ജീവിതം അവസാനിച്ച് ഇവിടുന്ന് കടന്നു പോകുമ്പോഴേ ആ ഓട്ടോഗ്രാഫിന്റെ ഓരോ താളിലും അത് ചിലര് പറയും, സാർ എനിക്ക് ഫസ്റ്റ് പേജ് എഴുതി തരണം, സാർ എനിക്ക് ഫസ്റ്റ് പേജ് എഴുതി തരണം എന്ന് പറയും. അപ്പൊ അതിനായിട്ട് അവരിങ്ങനെ ക്യൂ നിൽക്കും. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ആ ഫസ്റ്റ് പേജിൽ എഴുതാൻ വന്ന ഒരു മോളുണ്ടായിരുന്നു. മോളുടെ പേര് ഞാൻ പറയുന്നില്ല, അതൊരു പ്രയാസമുള്ള ഒരു അനുഭവമാണ്. അപ്പൊ അവള് പറഞ്ഞു, ഈ തിരക്കുകൾക്കിടയിലാണ് അവള് വരുന്നത്. അപ്പോ ഫോട്ടോഗ്രാഫർക്ക് ഞാൻ എഴുതി കൊടുക്കുകയാണ് ഓരോരുത്തർക്കും. ചിലർക്ക് 2 വരി മതി, ചിലർക്ക് സാറെ കുറെ എഴുതണം എന്ന് പറയും. കുറെ എഴുതി തരണം സാർ, എന്തെങ്കിലുമൊക്കെ അതിൽ എഴുതി വെക്കണം എന്ന് പറയാറുണ്ട് ചില മക്കളോട്. അപ്പൊ അവരുള്ളൊരു വല്ലാത്തൊരു എന്താണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ അവള് പറഞ്ഞു, സാറേ എനിക്ക് ഓട്ടോഗ്രാഫ് എഴുതി തരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോളെ കുറച്ച് കഴിഞ്ഞിട്ട് വാ, ഞാനൊരു ചെറിയ തിരക്കിലാണ്. അപ്പൊ അവള് കൈ പിടിച്ചിട്ട് പറഞ്ഞു, സാറേ എന്റെ കൈ പിടിച്ചിട്ടാണ് അവള് പറയുന്നത്, സാറേ എനിക്ക് സമയമില്ല. കാരണം ഞാൻ ഇന്ന് ഇവിടുത്തെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് വരിക. ചിലപ്പോൾ ഞാൻ ഇവിടത്തേക്ക് വരാൻ തന്നെ സാധ്യതയില്ല. കാരണം അങ്ങനെയാണ് ഞാനിന്ന് തിരുവനന്തപുരത്തേക്ക് പോകും നാളെ. അപ്പോ കൂടുതൽ അന്വേഷിച്ചപ്പോഴേ ആണ് അവള് പറയുന്നത്, ഞാനിങ്ങനെ ക്യാൻസർ പേഷ്യന്റ് ആണ് സാറേ. അപ്പോ തീർച്ചയായിട്ടും എനിക്ക് സാറ് എഴുതി തരണം. അത് വല്ലാത്തൊരു നോവായി മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ. അവർക്ക് ഞാൻ ആ സമയത്ത് തന്നെ എഴുതി കൊടുത്തു. ആ ഒരു ചെറിയ വരികള് നമ്മുടെ ഈ പുസ്തകത്തിലുണ്ട്. അത് ജീവിതത്തിൽ ഏറ്റവും മറക്കാനാവാത്ത വല്ലാത്തൊരു വേദനയായി. പക്ഷേ ജീവിതത്തിൽ അവരിന്നില്ല. അപ്പോ ഏതായാലും എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇവിടെ ഒന്നിച്ചു കൂടിയതിലും എന്നെ അതിലേക്ക് ക്ഷണിച്ചതിലും ആ ഓർമ്മകളുടെ സുഗന്ധം കൊണ്ട് പരത്താൻ നമുക്ക് കഴിഞ്ഞതിലുമൊക്കെ ദൈവത്തിനോടും അതേപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോടും ഒരുപാട് നന്ദിയും കടപ്പാടുണ്ട്. ഓർമ്മകളിൽ സൂക്ഷിക്കാൻ ഒരിക്കലും മറക്കാനാവാത്ത അനുഭവങ്ങളായി നമ്മുടെ ഇന്നത്തെ ഒരു കൂടിച്ചേരൽ ആയിത്തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തും. നന്ദി, നമസ്കാരം.